യുക്തിവാദികളുടെ ഷെറ് വല്ലാതെ വ്യാപകമാണ്. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണേ. ആവശ്യമില്ലാതെ മൊബൈൽ നോക്കിയിട്ട് ഇല്ലാത്ത എല്ലാം കേട്ടിട്ട് ഹക്ക് മനസ്സിലാക്കാൻ നീ ആരാ? അതിനെല്ലാം ഈ പഠിക്കണ്ടേ? ഇപ്പൊ ചിലർക്ക് അങ്ങനെ വർത്താനം ഒക്കെ കേൾക്കണ്ട ഉസ്താദ്, എന്നിട്ട് ഹക്ക് മനസ്സിലാക്കണ്ടേ? എടാ കുട്ടി, ഹക്ക് അതിൽ നിന്ന് ഏതാൻ തിരിയണമെങ്കിൽ ആദ്യം പഠിച്ചോക്കണ്ടേ? ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണ പ്രസംഗത്ത് പറയാറുണ്ട്. വാവാ സുരേഷ് എന്നുള്ളൊരു പാമ്പുടുത്തക്കാരനുണ്ട്. ആൾക്ക് ഏറ്റവും ഇഷ്ടം രാജവമ്പാലം പിടിക്കല. അയാൾക്കത് പറ്റും, കാരണം 3000 ചില്ലാൻ കടി ആൾക്ക് ഏറ്റിട്ടുണ്ട്. ഇതുവരെ ആള് മരിച്ചിട്ടില്ല. 3000 ചില്ലാൻ കടി, മൂർഖന്റെ അണലിയുടേതടക്കം. രാജവമ്പാല മാത്രമേ അദ്ദേഹത്തിന് കടിക്കാത്തുള്ളൂ. മറ്റ് ഒട്ടുമിക്കൊക്കെ അതിനെ കടിച്ചിട്ടുണ്ട്. പക്ഷെ ആളിപ്പോഴും ഉണ്ട്. അത് അയാൾക്ക് പറ്റും, കാരണം അയാൾക്ക് വിഷം തീണ്ടണില്ല. അയാൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. വിഷം കയറി ആൾക്ക് പെട്ടെന്ന് ഇറങ്ങി പോകണുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ കോഴിക്കോട്ടിലൊരു മൂർഖനെ കണ്ടാൽ പോയി പൊടിക്കാൻ നിന്നാലേ പിന്നെ എനിക്ക് നെക്സ്റ്റ് മന്ത് റബ്ബുക്കാന്ന് കേൾക്കാം. അതന്നെ, അത് അയാൾക്ക് പറ്റൂടോ, എനിക്ക് പറ്റൂല. എന്ന പോലെ യുക്തിവാദിയുടെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട്. കാരണം ഓൻ കട്ടത് എനിക്കറിയാം എവിടെയാണെന്ന്. ഞാൻ 9 മര്യാദക്ക് ദർസിൽ ഓതി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അണ്ടി ഒരുക്കാൻ പോവല്ലായിരുന്നു, മെനക്കെട്ട് പഠിക്കായിരുന്നു. അതുകൊണ്ട് അയാൾ കട്ടത് എവിടെയെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ ദർസിൽ ഓതി പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ എല്ലാം കേൾക്കാൻ പോവാ? പിന്നെ അതിനൊക്കെ മറുപടി കൊടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കണം. മറുപടി കൊടുക്കണില്ല, ആ ബൈക്ക് നമ്മൾ പോവില്ല. അയാൾ ഓരോ